ഓം ശ്രീ ഗുരുഭ്യോ നമ. ജ്യോതിർഗമ ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ ചർച്ച ചെയ്യുന്നത് 2025 ആദ്യമായിട്ട് രാശി മാറുന്ന ഗ്രഹമായ ആ ബുധൻ്റെ രാശിമാറ്റത്തെ പറ്റിയാണ്. അതായത് ബുധൻ ജനുവരി 4 വൃശ്ചിക രാശിയിൽ നിന്ന് ധനുരാശിയിലേക്ക് രാശി മാറുന്നു. അപ്പം ഈ ബുധൻ്റെ ധനുരാശിയിലേക്കുള്ള രാശിമാറ്റം എന്ത് സ്വാധീനം ഓരോ കൂറുകാർക്കും ലഗ്നക്കാർക്കും ഉണ്ടാക്കും എന്നുള്ളതിനെ പറ്റിയാണ് ചർച്ച ചെയ്യുന്നത്. അപ്പോൾ 2025 പുതുവർഷത്തിൽ പ്രത്യേകിച്ച് ജനുവരി മാസം ആദ്യമായിട്ട് രാശി മാറുന്ന ഗ്രഹമാണ് ബുധൻ. ഇപ്പം കഴിഞ്ഞ ഒക്ടോബർ 29 ആ ബുധഗ്രഹം വൃശ്ചിക രാശിയിലേക്ക് വന്നു. ആ വൃശ്ചിക രാശിയിൽ വക്രത്തിലും നേർസഞ്ചാരത്തിലുമായിരുന്നു ആ ബുധഗ്രഹം. ജനുവരി 4 നേർസഞ്ചാരത്തിൽ വരുന്ന ആ ഗ്രഹം ധനുരാശിയിലേക്ക്, വൃശ്ചിക രാശിയിൽ നിന്നും ധനുരാശിയിലേക്ക് രാശി മാറുന്നു. ജനുവരി 24 വൈകുന്നേരം വരെ, അതായത് 5:30 വരെ ആ ബുധൻ ധനുരാശിയിൽ ഉണ്ടാകും. ഇപ്പോൾ പ്രത്യേകിച്ച് ബുധൻ എന്ന് പറയുമ്പോൾ കമ്മ്യൂണിക്കേഷൻ സ്കില്ലിൻ്റെ ഗ്രഹമാണ്. അപ്പോൾ കമ്മ്യൂണിക്കേഷൻ സ്കില്ല്, അതുപോലെ കാര്യങ്ങൾ അപഗ്രഥിക്കാനുള്ള കഴിവ്, ബുദ്ധിശക്തി, അതുപോലെ പഠനം, അറിവ്, ഇവയുടെയൊക്കെ കാരകത്വം ഈ ബുധ ഗ്രഹത്തിന് ഉണ്ട്. അപ്പം ബിസിനസ്സുമായിട്ടുള്ള കാര്യങ്ങൾ, ബിസിനസ് പ്രൊഫഷണൽസ്, ലായേഴ്സ്, അധ്യാപകർ, ആർട്ടിസ്റ്റുകൾ, ശാസ്ത്രജ്ഞർ, ഗവേഷകർ, ഇവരുടെയൊക്കെ പ്രവർത്തനങ്ങളെ നിർണായകമായിട്ട് ഈ ബുധൻ്റെ രാശിമാറ്റം സ്വാധീനിക്കും. പുത്തൻ വിവരങ്ങളുടെ സന്ദേശവാഹകനാണ് ബുധൻ. ആ ബുധൻ ജ്ഞാനകാരകനായ ഗുരുവിൻ്റെ രാശിയിലേക്കാണ് രാശി മാറുന്നത് എന്നുള്ളത് കൊണ്ട് പൊതുവെ ഉന്നത ചിന്തകൾക്കും പുതിയ ആശയങ്ങൾ കണ്ടെത്തുന്നതിനും ചർച്ചകൾക്കും പ്രഭാഷണങ്ങൾക്കും ധർമ്മ ഉപദേശങ്ങൾക്കും ഒക്കെ സാധ്യതയുണ്ട്. അവയുമായിട്ട് ബന്ധപ്പെട്ടൊക്കെ ചിലപ്പോൾ യാത്രകളൊക്കെ ഈ സമയത്ത് ഉണ്ടായെന്നും വരാം. അപ്പം ഈ പ്രത്യേകിച്ച് ഒരു നക്ഷത്രത്തിലെ, അതായത് ഒരു വ്യക്തിയുടെ ജാതകത്തിൽ ഈ ബുധൻ്റെ ഭാവാധിപത്യവും ആ ബുധൻ ജാതകത്തിൽ എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്, ഇവയൊക്കെ വ്യത്യാസപ്പെടുന്നതിനനുസരിച്ച് ഈ ബുധൻ്റെ രാശിമാറ്റം എന്ന് പറയുന്നത് ഓരോ കൂറുകാരെയും ലഗ്നക്കാരെയും വ്യത്യസ്തമായിട്ട് സ്വാധീനിക്കും. ഈ വീഡിയോയിൽ ചിങ്ങം, കന്നി, തുലാം, വൃശ്ചിക കൂറുകാർക്കും ലഗ്നക്കാർക്കും ഈ ബുധൻ ധനുരാശിയിലേക്ക് രാശി മാറുന്നതിൻ്റെ പ്രഭാവങ്ങളെ പറ്റിയാണ് പറയുന്നത്. ആദ്യമായിട്ട് ചിങ്ങക്കൂറുകാർക്കും ചിങ്ങ ലഗ്നക്കാർക്കും, അതായത് മകം, പൂരം, ഉത്ര നക്ഷത്രത്തിൻ്റെ ആദ്യപാദത്തിൽ പെടുന്നവർക്ക് ഈ ബുധൻ്റെ ധനുരാശിയിലേക്കുള്ള രാശിമാറ്റം എന്ത് ഇമ്പാക്റ്റ് ഉണ്ടാക്കും നോക്കാം. ഇപ്പോൾ ചിങ്ങക്കൂറുകാർക്കും ചിങ്ങ ലഗ്നക്കാർക്കും ബുധൻ എന്ന് പറയുന്നത് 2ാം ഭാവാധിപനുമാണ്, 11ാം ഭാവാധിപനുമാണ്. അപ്പോൾ ഈ 2ഉം 11ഉം ഭാവാധിപനായിട്ടുള്ള ബുധൻ ജനുവരി 4 5ാം ഭാവരാശിയിലേക്കാണ് രാശി മാറുന്നത്. ഇപ്പം ജന്മരാശിയാധിപനാണെങ്കിൽ സൂര്യനാണ്. ആ സൂര്യനും ജനുവരി 13 വരെ ആ 5ാം ഭാവരാശിയിലുണ്ട്. അപ്പോൾ ആ ബുധനും സൂര്യനും ഒക്കെ 5ൽ നിൽക്കുന്ന സമയമാണ്. അതുപോലെ ഈ 2ഉം 11ഉം ഭാവാധിപനായിട്ടുള്ള ബുധൻ 11ൽ ദൃഷ്ടി ചെയ്യുന്ന സമയം കൂടെയാണ്. അപ്പോൾ അത് പൊതുവേ നമുക്ക് ഈ രവി ബുധൻ 5ൽ നിൽക്കുന്നത് പഠിതാക്കളെ സംബന്ധിച്ചിടത്തോളം, അതുപോലെ ക്രിയേറ്റീവ് തലത്തിലൊക്കെ വർക്ക് ചെയ്യുന്നവർക്ക്, അതുപോലെ പുത്തൻ സ്റ്റാർട്ടപ്പുകൾ തുടങ്ങാൻ ആഗ്രഹിക്കുന്നവർക്ക്, കലാകാരന്മാർക്ക്, പെർഫോമൻസ് ആർട്ടിസ്റ്റുകൾക്ക്, അധ്യാപകർക്ക്, സ്പെക്കുലേറ്റീവ് ബിസിനസ്സുകാർക്ക്, ഇവർക്കൊക്കെ തന്നെ അനുകൂലമായിട്ടുള്ള ഒരു രാശിമാറ്റമായിട്ട് ആ ബുധൻ്റെ 5ാം ഭാവരാശിയിലേക്കുള്ള രാശിമാറ്റത്തെ കാണാം. ഇപ്പം കമ്മ്യൂണിക്കേഷനൊക്കെ ഇമ്പ്രസീവാകും. പൊതുവെ ധനനേട്ടത്തിൻ്റെ സമയമായിരിക്കും. ആഗ്രഹങ്ങൾ സാധിക്കുന്നതിന് അനുകൂലമായിട്ടുള്ള രാശിമാറ്റമായിട്ട് ഈ ബുധൻ്റെ രാശിമാറ്റത്തെ കാണാം. ഇപ്പോൾ ഫ്രണ്ട്സ്, അതുപോലെ സാമൂഹ്യ ബന്ധങ്ങൾ വഴിയൊക്കെ നേട്ടങ്ങളുണ്ടാകും. ഓഹരി വിപണിയിലൊക്കെ പ്രവർത്തിക്കുന്നവർക്ക് അപ്രതീക്ഷിതമായിട്ടുള്ള നേട്ടങ്ങൾ ഈ സമയത്ത് ഉണ്ടാകും. കുടുംബത്തിൽ സന്തോഷാനുഭവങ്ങൾ ഉണ്ടാകുന്ന സമയം. പുത്തൻ പ്രോജക്റ്റുകൾ പ്ലാൻ ചെയ്യുന്നവർക്ക് അതിനനുകൂലമായിട്ടുള്ള സമയമാണ്. അതുപോലെ തന്നെ
നമ്മുടെ പ്രവർത്തന മേഖലകളിലൊക്കെ ഒരു നേതൃതലത്തിലേക്കൊക്കെ എത്തുന്നതിനും സാധ്യത കാണുന്നു. ചിലർക്ക് അപ്രതീക്ഷിതമായിട്ടുള്ള ധനം വന്നു ചേരുന്നതിനും സാധ്യത കാണുന്നു. അത് ചിലപ്പോൾ ലോട്ടറി വഴിയാകാം, അല്ലെങ്കിൽ ക്രോസ് വേർഡ്സ് വഴിയാകാം, അല്ലെങ്കിൽ സർക്കാർ ആനുകൂല്യമായിട്ടോ അല്ലെങ്കിൽ സ്പെക്കുലേറ്റീവ് ബിസിനസ് വഴിയോ ഒക്കെ ധനം കൈവശം വന്നു ചേരാവുന്ന സമയമായിട്ടും കൂടെ കാണുന്നുണ്ട്. ജ്യേഷ്ഠ സഹോദരൻ വഴിയോ ഫ്രണ്ട്ഷിപ്പ് വഴിയോ ധനാഗമത്തിനും സാധ്യത കാണുന്നു. പൊതുവെ കുടുംബത്തിൽ സുഖം സന്തോഷമൊക്കെ അനുഭവിക്കേണ്ടുന്ന സമയമായിട്ട് കാണുന്നു. ഈശ്വരചിന്തയൊക്കെ കൂടുന്ന സമയമായിരിക്കും. ഈശ്വര അനുഗ്രഹമൊക്കെ ഉണ്ടാകുന്ന സമയമാണ്. ഏത് കാര്യത്തിലും യുക്തിസഹമായിട്ട് തീരുമാനമെടുക്കുന്നതിന് ആ രവി ബുധൻ്റെ 5ലെ സ്ഥിതി സഹായകമാകും. തൊഴിൽപരമായും വ്യക്തിപരമായും ബുദ്ധിപരമായിട്ടും ഗുണാനുഭവം ഈ ബുധൻ്റെ രാശിമാറ്റം കൊണ്ട് ചിങ്ങക്കൂറുകാർക്കും ചിങ്ങലഗ്നക്കാർക്കും ഉണ്ടാകും. ഇനി കന്നിക്കൂറുകാർക്കും കന്നിലഗ്നക്കാർക്കും ബുധൻ ധനുരാശിയിലേക്ക് രാശി മാറുന്നതിൻ്റെ ഇമ്പാക്റ്റ് എന്താണെന്ന് നോക്കാം. കന്നിക്കൂറുകാരെന്ന് പറയുമ്പോൾ ഉത്തര നക്ഷത്രത്തിൻ്റെ അവസാന 3 പാദം, അത്തം, അതുപോലെ ചിത്ര നക്ഷത്രത്തിൻ്റെ ആദ്യത്തെ 2 പാദത്തിൽ പെടുന്നവരാണ്. ഇപ്പോൾ കന്നിക്കൂറുകാർക്കും കന്നിലഗ്നക്കാർക്കും ജന്മരാശ്യാധിപനാണ് ബുധൻ, അതുപോലെ കർമ്മഭാവാധിപനുമാണ് ബുധൻ. അപ്പോൾ ജന്മരാശ്യാധിപനും 10ാം ഭാവാധിപനുമായിട്ടുള്ള ബുധൻ ജനുവരി 4-ന് 4ാം ഭാവരാശിയിലേക്കാണ് രാശി മാറുന്നത്. 4-ല് 12ാം ഭാവാധിപനായിട്ടുള്ള സൂര്യൻ സ്ഥിതി ചെയ്യുന്ന സമയമാണ് ജനുവരി 13 വരെ. ആ രവിയും ബുധനും ഒക്കെ തന്നെ കർമ്മസ്ഥാനത്ത് ദൃഷ്ടി ചെയ്യുന്ന സമയം കൂടിയാണ്. അപ്പോൾ പ്രൊഫഷണൽ തലത്തിലും പേഴ്സണൽ തലത്തിലും സുഖ അനുഭവങ്ങൾ പ്രതീക്ഷിക്കാവുന്ന സമയമാണ്. ഇപ്പോൾ തൊഴിൽ ചെയ്യുന്നവർക്കും തൊഴിൽ അന്വേഷകർക്കും രവിയും ബുധനും ഒക്കെ 4 നിന്ന് ആ 10ലേക്ക് ദൃഷ്ടി ചെയ്യുന്നത് ഗുണാനുഭവം ഉണ്ടാക്കും. 10, 12 ഭാവാധിപന്മാരുടെ ബന്ധം, പ്രത്യേകിച്ച് വിദേശത്തൊക്കെ തൊഴിൽ അന്വേഷിക്കുന്നവർക്ക്, വിദേശ സ്ഥാപനങ്ങളുടെ ജോലിയൊക്കെ വീട്ടിലിരുന്ന് ചെയ്യാൻ ആഗ്രഹിക്കുന്നവർക്ക് അവർക്കൊക്കെ അനുകൂല സമയമായിട്ട് കാണുന്നുണ്ട്. പാസ്പോർട്ടിന് അപേക്ഷിച്ചവർക്ക് അതിനുള്ള ആ തടസ്സങ്ങൾ മാറും. വിസ സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങൾ വന്നവർക്ക് ആ തടസ്സങ്ങളും മാറിക്കിട്ടും. ഇപ്പോൾ തൊഴിലിടത്ത് കമ്മ്യൂണിക്കേഷൻ ഇംപ്രസീവ് ആകുന്നത് തൊഴിലിൽ ഉയർച്ചയ്ക്ക് സഹായകമാകും. IT മേഖലയിലൊക്കെ വർക്ക് ചെയ്യുന്നവർക്ക്, ബിസിനസ്സുകാർക്ക്, വിദേശത്ത് റിയൽ എസ്റ്റേറ്റ് ബിസിനസ് ചെയ്യുന്നവർക്ക് ഒക്കെ തന്നെ ഈ ബുധൻ്റെ 4ാം ഭാവരാശിയിലേക്കുള്ള രാശിമാറ്റം ഗുണാനുഭവം ഉണ്ടാക്കും. കുടുംബകാര്യത്തിലൊക്കെ ശ്രദ്ധ കൂടും. അതുപോലെ തന്നെ ഈ 12ാം ഭാവാധിപനായിട്ടുള്ള സൂര്യൻ 13 വരെ ഈ ഫാമിലി സ്ഥാനത്ത് 4ാം ഭാവരാശിയിൽ നിൽക്കുന്ന സമയമായതുകൊണ്ട് നമ്മൾ കമ്മ്യൂണിക്കേഷനിൽ അല്പം ശ്രദ്ധിക്കണം. കുടുംബാംഗങ്ങളുമായിട്ടൊക്കെ ചിലപ്പോൾ ഈഗോ റിലേറ്റഡ് ആയിട്ടുള്ള എന്തെങ്കിലുമൊക്കെ ഇഷ്യൂസ് ചിലപ്പോൾ ആ 13 വരെയൊക്കെ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അവിടെ ഒന്ന് കെയർ വേണം. അങ്ങനെ കുടുംബത്തിൽ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഒക്കെ ഉണ്ടെങ്കിൽ അത് പരിഹരിക്കുന്നതിന് ഒക്കെ ഉള്ള ഒരു സമയമായിട്ടും കൂടെ ആദ്യത്തെ 13 വരെയുള്ള ആ തീയതി നമ്മൾ ഒന്ന് ശ്രദ്ധിക്കണം. പൊതുവെ കുടുംബാന്തരീക്ഷമൊക്കെ സന്തോഷകരമാകുന്ന സമയമാണ്. ഇപ്പോൾ വീട്, അതുപോലെ വാഹനങ്ങൾ, വസ്തുക്കൾ ഇവയൊക്കെ വാങ്ങാൻ ആഗ്രഹിക്കുന്നവർക്കൊക്കെ തന്നെ ആ ബുധൻ്റെ 4ലെ സ്ഥിതി ഗുണം ചെയ്യും. കുടുംബ അംഗങ്ങളുമായിട്ടൊക്കെ ചിലപ്പോൾ ഈ ദൂരയാത്രകൾക്കൊക്കെ ചിലർക്ക് സാധ്യത കാണുന്നുണ്ട്. അതുപോലെ ഈ മാതാവുമായിട്ടുള്ള ആ ഭിന്നതയൊക്കെ, പ്രത്യേകിച്ച് 13 കഴിയുമ്പോൾ ഈ മാതാവുമായിട്ടുള്ള ഭിന്നതയൊക്കെ മാറും. കുടുംബത്തിലെ പ്രശ്നങ്ങൾക്കൊക്കെ ഒരു അയവുണ്ടാകും. കുടുംബത്തിലൊരു സന്തോഷാനുഭവമൊക്കെ ഉണ്ടാകുന്ന സമയമാണ്. ആരോഗ്യ പ്രശ്നങ്ങളിൽ നിന്നൊക്കെ ഒരു മുക്തി ഉണ്ടാകും. തൊഴിൽ അന്വേഷണമൊക്കെ ഊർജിതമാകും. തൊഴിൽ അവസരങ്ങളൊക്കെ ഉണ്ടാകുന്ന സമയമാണ്. തൊഴിൽ ലഭിക്കുന്നതിനും സാധ്യതയുണ്ട്. പ്രത്യേകിച്ച് സൂര്യനും ബുധനും ഒക്കെ തന്നെ ആ കർമ്മസ്ഥാനത്ത്, ബുധൻ കർമ്മഭാവാധിപനായിട്ട് കർമ്മസ്ഥാനത്ത് ദൃഷ്ടി ചെയ്യുന്ന സമയമൊക്കെയാണ്. അപ്പോൾ അത് തൊഴിലുള്ളവർക്ക് ആ തൊഴിലിടത്ത് തന്നെ ഉയർച്ചയ്ക്ക്, പ്രമോഷനൊക്കെ സാധ്യതയുണ്ട്. അതുമായിട്ട് ബന്ധപ്പെട്ടുള്ള യാത്രകൾ, പുതിയ ജോലി അന്വേഷിക്കുന്നവർക്കൊക്കെ പൊതുവെ അനുകൂലമായിട്ടുള്ള സമയമായിട്ട് ഈ ബുധൻ്റെ ധനുരാശിയിലേക്കുള്ള രാശിമാറ്റം വഴിതെളിക്കും എന്ന് തന്നെ പറയാം. ഇനി തുലാക്കൂറുകാർക്കും തുലാ ലഗ്നക്കാർക്കും അതായത് ചിത്ര നക്ഷത്രത്തിൻ്റെ അവസാന 2 പാദത്തിൽ പെടുന്നവർ വിശാഖം, ചോതി, വിശാഖത്തിൻ്റെ ആദ്യത്തെ 3 പാദത്തിൽ പെടുന്നവർക്ക് ഈ ബുധൻ്റെ ധനുരാശിയിലേക്കുള്ള രാശിമാറ്റം എന്ത് ഗുണാനുഭവം ഉണ്ടാക്കും നോക്കാം. ഇപ്പോൾ തുലാക്കൂറുകാർക്കും തുലാ ലഗ്നക്കാർക്കും
9ഉം 12ഉം ഭാവാധിപനാണ് ബുധൻ. ആ ബുധൻ ജനുവരി 4-ന് 3-ാം ഭാവരാശിയിലേക്കാണ് രാശി മാറുന്നത്. 13 വരെ 11ാം ഭാവാധിപനായിട്ടുള്ള സൂര്യനും 3-ാം ഭാവരാശിയിൽ ഉണ്ട്. അപ്പോൾ പ്രത്യേകിച്ച് കമ്മ്യൂണിക്കേഷൻ, അതുപോലെ മാർക്കറ്റിംഗ്, പബ്ലിഷിംഗ്, ട്രാവൽ, IT, അതുപോലെ ടീച്ചിങ്, ഇത്തരം മേഖലകളിലൊക്കെ വർക്ക് ചെയ്യുന്നവർക്ക് വളരെ ഗുണാനുഭവം ഉണ്ടാകുന്ന സമയമാണ്, നേട്ടം ഉണ്ടാകുന്ന സമയമാണ്. പ്രത്യേകിച്ച് ഈ കമ്മ്യൂണിക്കേഷൻ സ്കില്ല്, നെറ്റ്വർക്കിംഗ് സ്കില്ല് ഒക്കെ ഇമ്പ്രൂവ് ചെയ്യുന്ന സമയമാണ്. ഫ്രണ്ട്സ്, അതുപോലെ എൽഡർ ബ്രദർ, അതുപോലെ സോഷ്യൽ റിലേഷൻസ്, ഇവ വഴിയൊക്കെ ഗുണാനുഭവം ഈ കൂറുകാർക്ക് പ്രതീക്ഷിക്കാം. കലാമേഖലകളിൽ പ്രവർത്തിക്കുന്നവർക്ക്, പ്രഭാഷകർക്ക്, മോട്ടിവേഷൻ സ്പീക്കേഴ്സ്, ഇവർക്കൊക്കെ തന്നെ ആ 3-ലെ ബുധൻ ഗുണാനുഭവം ഉണ്ടാകും. ഉന്നത പഠനം നടത്തുന്നവർക്ക് അക്കാഡമിക് തലത്തിലൊക്കെ നല്ല പെർഫോമൻസ് കാഴ്ചവെക്കാനാകും. രവിയും ബുധൻ്റെയൊക്കെ ആ 9-ലെ ദൃഷ്ടി അതിനൊക്കെ സഹായകമാണ്. ഇപ്പം ഉന്നത പഠനമൊക്കെ വിദേശത്ത് നടത്താൻ ആഗ്രഹിക്കുന്നവർക്ക്, പൊതുവെ അതുപോലെ വിദേശത്ത് പഠനം നടത്തുന്നവർക്ക് ഒക്കെ തന്നെ ആ 9-ലെ ആ ബുധൻ്റെ ദൃഷ്ടി വളരെ ഗുണം ചെയ്യും. പൊതുവെ ഒരു ആത്മവിശ്വാസമൊക്കെ ഉണ്ടാകുന്ന സമയമായിരിക്കും. യാത്രകൾക്ക്, പുതിയ സൗഹൃദങ്ങൾക്കും സാമൂഹ്യ ബന്ധങ്ങൾക്കുമൊക്കെ സാധ്യതയുള്ള സമയമാണ്. അതുപോലെ നമ്മുടെ പ്രവർത്തന മേഖലകളിലൊക്കെ തന്നെ കാര്യക്ഷമത, മത്സര പരീക്ഷകളിൽ ഉയർന്ന വിജയം ഒക്കെ ഈ സമയത്ത് സാധ്യമാകാം. മനസ്സ് നിറയെ പുത്തൻ ആശയങ്ങളും അവ ഫലവത്താക്കുന്നതിനുള്ള ചിന്തകളും ഈ സമയത്ത് ഉണ്ടാകും. സെമിനാറുകളിലോ ഡിബേറ്റുകളിലോ ഒക്കെ തന്നെ പങ്കെടുക്കുന്നവർക്ക് അവയിൽ തിളങ്ങുന്ന സമയമായിരിക്കും എന്നും കൂടെ മനസ്സിലാക്കുക. പൊതുവെ നല്ല വാർത്തകൾ ശ്രവിക്കുന്ന സമയമാണ്. പ്രത്യേകിച്ച് വിദേശത്ത് നിന്ന് ഒക്കെ നല്ല വാർത്തകൾ പ്രതീക്ഷിക്കാം. വിസ പ്രോബ്ലംസ്, പാസ്പോർട്ട് റിലേറ്റഡ് ഇഷ്യൂസ്, ഇവയൊക്കെ തന്നെ പരിഹരിക്കപ്പെടും. ഏത് വെല്ലുവിളികളെയും യുക്തിസഹമായിട്ട് കൈകാര്യം ചെയ്യുന്നതിന് സാധിക്കും. ആത്മീയ ചിന്ത കൂടും. അവയുമായിട്ട് ബന്ധപ്പെട്ട ചിലപ്പോൾ പുസ്തകങ്ങൾ, അവയുമായി ബന്ധപ്പെട്ട പുസ്തകങ്ങൾ വായിക്കുന്നതിനും ആത്മജ്ഞാനം കൂടുന്നതിനും അനുകൂലമായിട്ടുള്ള സമയമായിട്ട് ഈ ബുധൻ്റെ രാശിമാറ്റത്തെ കാണാം. ഇനി വൃശ്ചികക്കൂറുകാർക്കും വൃശ്ചിക ലഗ്നക്കാർക്കും, അതായത് വിശാഖ നക്ഷത്രത്തിൻ്റെ അവസാന പാദം, അനിഴം, തൃക്കേട്ട നക്ഷത്രക്കാർക്ക് ബുധൻ ധനുരാശിയിലേക്ക് രാശി മാറുന്നതിൻ്റെ ഗുണാനുഭവം എന്താണെന്ന് നോക്കാം. ഇപ്പോൾ വൃശ്ചികക്കൂറുകാരെ സംബന്ധിച്ചിടത്തോളം ബുധൻ 8-ാം ഭാവാധിപനുമാണ്, അതുപോലെ 11-ാം ഭാവാധിപനുമാണ്. അപ്പം 8ഉം 11ഉം ഭാവാധിപനായിട്ടുള്ള ബുധൻ ജനുവരി 4-ന് 2-ാം ഭാവരാശിയിലേക്കാണ് രാശി മാറുന്നത്. ആ 2-ാം ഭാവരാശിയിൽ കർമ്മഭാവാധിപനായിട്ടുള്ള സൂര്യനും 2-ാം ഭാവരാശിയിൽ ജനുവരി 13 വരെ സ്ഥിതിയുണ്ട്. ഇപ്പം 2 നിൽക്കുന്ന രവിയും ബുധനും ഒക്കെ അഷ്ടമത്തിലേക്ക് ദൃഷ്ടി ചെയ്യുന്നു. അപ്പം 11-ാം ഭാവാധിപനായിട്ടുള്ള ബുധൻ, അതുപോലെ 10-ാം ഭാവാധിപനായിട്ടുള്ള സൂര്യൻ 2-ൽ നിൽക്കുന്ന സമയമായതുകൊണ്ട് ധനസ്ഥിതിയൊക്കെ ഇമ്പ്രൂവ് ചെയ്യും. കർമ്മമാർഗത്തിലൂടെയോ അല്ലെങ്കിൽ ബിസിനസ് വഴിയോ ഒക്കെ ധനാഗമം പ്രതീക്ഷിക്കാം. പ്രത്യേകിച്ച് ബാങ്കിങ് ബിസിനസ് നടത്തുന്നവർക്ക് ഗുണാനുഭവം ഉണ്ടാകുന്ന സമയമായിരിക്കും. ഫ്രണ്ട്സുമായിട്ടുള്ള കൂട്ടു സംരംഭങ്ങൾ, അതിൽ നിന്നൊക്കെ ലാഭവർദ്ധനവ് പ്രതീക്ഷിക്കാം. ജ്യേഷ്ഠ സഹോദരൻ്റെയൊക്കെ സഹായം, സാമ്പത്തിക സഹായമൊക്കെ ഈ സമയത്ത് പ്രതീക്ഷിക്കാം. ബുധൻ 8-ാം ഭാവാധിപനായിട്ട് 2-ൽ വരുന്നത് കൊണ്ട് ഇൻഹെറിറ്റൻസ് വഴിയോ അല്ലെങ്കിൽ ജോയിൻ്റ് അസറ്റ് വഴിയോ ഇൻഷുറൻസ് വഴിയോ അപ്രതീക്ഷിതമായിട്ടുള്ള ചില നേട്ടങ്ങൾ ഈ സമയത്ത് പ്രതീക്ഷിക്കാം. അതുപോലെ ചിലർ ഈ പണം ദീർഘകാല നേട്ടങ്ങൾക്കുള്ള സ്കീമുകളിൽ ഈ പണം നിക്ഷേപിക്കുന്നതിനൊക്കെ ഈ സമയത്ത് ശ്രമം ഉണ്ടാകാം. റിസർച്ച് ആക്ടിവിറ്റികളിൽ ഏർപ്പെടുന്നവർക്ക്, ശാസ്ത്രജ്ഞർക്ക്, അത് ആ രവി ബുധൻ്റെ 8-ലെ ദൃഷ്ടിയൊക്കെ വളരെ ഗുണം ചെയ്യും. കമ്മ്യൂണിക്കേഷൻ സ്കില്ലൊക്കെ ശക്തമാകും. പ്രൊഫഷണൽ തലത്തിലും പ്രോഫിറ്റബിളായിട്ടുള്ള വെഞ്ചറിലുമൊക്കെ തന്നെ നേട്ടങ്ങൾ ഉണ്ടാകും. നിഗൂഢശാസ്ത്രം അഭ്യസിക്കുന്നവർക്കും അന്വേഷണ ഏജൻസികളിൽ പ്രവർത്തിക്കുന്നവർക്കും അവരുടെ ലക്ഷ്യങ്ങൾ സാധ്യമാകുന്ന സമയമാണ്. പൊതുവെ
കുടുംബത്തിൻ്റെയൊക്കെ സ്റ്റാറ്റസ് ഒക്കെ ഉയരുന്ന സമയമായിരിക്കും. സെൽഫ് റെസ്പെക്റ്റ് ഉണ്ടാകുന്ന സമയമാണ്. കുടുംബ ബിസിനസ്സിൽ ഉയർച്ചയുണ്ടാകും. ഈഗോ റിലേറ്റഡ് ആയിട്ടുള്ള ഇഷ്യൂസ് നമ്മൾ ഉണ്ടാകാതെ നോക്കണം. കാര്യങ്ങൾ അപഗ്രഥിക്കുന്നതിനുള്ള കഴിവ് കൂടുന്ന സമയമാണ്. ആഹാരത്തിൽ അല്പം ശ്രദ്ധിക്കണം. അതുപോലെ ദൂരയാത്രകളിൽ അല്പം കെയർ വേണം. ധനം വിനിയോഗിക്കുന്നതിലും ശ്രദ്ധ വേണം. റിസ്കി ആയിട്ടുള്ള ഇൻവെസ്റ്റ്മെൻറ്റ് കഴിവതും ഒഴിവാക്കുക. ചിലർക്ക് ദന്തസംബന്ധമായിട്ടോ അല്ലെങ്കിൽ ഈ മൗത്ത് അൾസർ അതുപോലെയുള്ള ചെറിയ ക്ലേശങ്ങൾക്ക് സാധ്യത കാണുന്നുണ്ട്. പാർട്ട്ണർഷിപ്പ് സംരംഭങ്ങളിൽ പങ്കാളിയാകുന്നതിനൊക്കെ ഉള്ളൊരു സാധ്യത ഈ സമയത്ത് ചിലർക്ക് വന്നു എന്ന് വരാം. ചിലർ ആതുര സേവനത്തിനോ അല്ലെങ്കിൽ ധർമ്മകാര്യങ്ങൾക്കോ വേണ്ടി പണം ചെലവ് ചെയ്യുന്നതിനും ഈ ബുധൻ്റെ രാശിമാറ്റം വഴിതെളിച്ചു എന്ന് വരാം. ഇനി ഈ വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്ത് കാണുക. മറ്റൊരു പുതിയ വിഷയമായി അടുത്ത വീഡിയോയിൽ കാണാം. നമസ്കാരം.